എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. നമ്മൾ ഒരു ദിവസം ഒരു വീട്ടിൽ എത്രമാത്രം ചുവന്ന മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഏത് കറികളിലാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ റെഡ് ചില്ലി. ഇപ്പോൾ ഒരുപാട് മായം ചേർന്ന ഭക്ഷണ സാധനങ്ങൾ ധാരാളമായി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതിൽ ഒരു പ്രധാന വില്ലനാണ് നമ്മുടെ മുളക് പൊടിയിൽ ചേർക്കുന്ന കളറുകൾ. അത് ഒരുപാട് ബാഡായിട്ട് നമ്മുടെ ഹെൽത്തിനെ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തെ, അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ, ലങ്സിനെ ഒക്കെയാണ് ബാധിക്കുന്നത്, വളരെ ദോഷമായ രീതിയിൽ തന്നെ. അപ്പൊ നമുക്ക് മുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു വസ്തു തന്നെയാണ്. എങ്ങനെ നമുക്ക് ഇതിൽ മായം ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഓരോ വീട്ടമ്മമാർക്കും പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച, ഇതൊരു പരീക്ഷണമായിട്ട് നിങ്ങൾ എടുത്താൽ മതി, വീട്ടിൽ തന്നെ പൊടിച്ച കുറച്ച് മുളക് പൊടി എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ പുറമേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള മുളക് പൊടിയും എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മുളക് പൊടിയാണെങ്കിൽ അത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കഴിയുമ്പോൾ, ചില്ലി ഗ്ലാസ്സിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതൊരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ മുഴുവനും ഊർന്ന് ഗ്ലാസിന്റെ അടിയിലേക്ക് പോവുകയും ചെയ്യും. ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഒരു ചേഞ്ചസും ഉണ്ടാകുകയും ചെയ്യില്ല. എന്നാൽ നമ്മൾ മായം കലർന്ന മുളക് പൊടി എവിടെയെന്ന് മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് ഇടുകയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ മൊത്തം ഒരു ചുമന്ന മഷി ഒഴിച്ച പോലെ കളറ് പടരുകയും ഇത് താഴേക്ക് പോകാതെ ആ ഗ്ലാസ്സിൽ തന്നെ മൊത്തം കലങ്ങി മറിഞ്ഞ് അങ്ങ് ഡൈലൂട്ട് ആയ പോലെയുള്ള രീതിക്ക് ആകുകയും ചെയ്യും. ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ഇതിൽ കളർ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഒറിജിനൽ മുളക് പൊടിയല്ല. അത് നന്നായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ശുദ്ധമായ മുളക് പൊടി ആണെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ ഈ ഒരു കളറിൽ ഗ്ലാസ്സിൽ മൊത്തം ഡൈല്യൂട്ട് ആയിട്ട് കളറായിട്ട് ആകത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ദിവസം നമുക്ക് ഇനി ഒരു ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ടോക്ക് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.